SLC മോഡൽ എക്സാമിനേഷൻ ഫെബ്രുവരി 2020 ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസറിംഗ് ആണ്. 1.5 മണിക്കൂർ 40 മാർക്ക്. ഒന്നാമത്തെ സൂചന നോക്കാം. ഗുട്ട്ലി തോ പരായി ഹേ കഹാനി കാ യഹ് അംശ് പഠേ. ഈ കഥയിലെ ഈ ഭാഗം വായിച്ച് പ്രശ്ന 1 से 3 तक के उत्तर लिखिए. 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഗുട്ട്ലി രോനെ ലഗി. ഗുട്ട്ലി കരയാൻ തുടങ്ങി. തോ അപ്പോൾ ബുവാനെ ഡാണ്ട. ബുവ ചീത്ത പറഞ്ഞു. ക്യാ എന്താണ്? ഷാദി കെ ഘർ മേ മൻഹുസിയത്ത് ഫൈലാ രഹി ഹേ. എന്താണ് ഈ കല്യാണ വീട്ടില് അമംഗളം അല്ലെങ്കിൽ അശുഭകരമായ കാര്യം പരത്തുകയാണോ? തബി അപ്പോൾ മാംനെ അമ്മ അപ്പനെ ഹാത്ത് സെ തന്റെ കൈകളാൽ ഉസ്കാ നാം അവളുടെ പേര് കാർഡ് പർ ലിഖ് ദിയ കാർഡിൽ എഴുതി. ഈ അക്ഷരങ്ങൾ ചപ്പായി ജൈസെ നഹിന്ദ അച്ചടിച്ചതുപോലെ ഉണ്ടായിരുന്നില്ല. ഫിർ ഭി എന്നിട്ടും കൂടി ഗുട്ട്ലി മാം കെ പ്യാർ സെ മാൻ ഗയി അമ്മയുടെ സ്നേഹത്തെ മാനിച്ചു. ഇനി ഒന്നാമത്തെ ചോദ്യം. ഗുട്ട്ലി രോനെ ലഗി ക്യോം. ഗുട്ട്ലി കരയാൻ തുടങ്ങി. എന്തിന്? എന്തുകൊണ്ട്? ഉത്തരം എന്താണ്? കാർഡ് മേ ഗുട്ട്ലി കാ നാം നഹീന്ദ. ഈ കാർഡിൽ അവളുടെ പേര് ഉണ്ടായിരുന്നില്ല. അതിനാലാണ് അവൾക്ക് വിഷമം വന്നത്. വീട്ടിലെ സഹോദരന്റെ ചെറിയ ആൺകുട്ടിയുടെ പേര് കൂടി ഉണ്ടായിട്ടും ഗുട്ട്ലി ഒരു പെൺകുട്ടി ആയതിനാൽ അവളുടെ പേര് കാർഡിൽ ഉണ്ടായില്ല. അപ്പൊ അവൾക്ക് സങ്കടം വന്ന് കരയാൻ. മാനെ അമ്മ ഗുട്ട്ലിസെ ഗുട്ട്ലിയോട് അപ്നാ പ്യാർ തന്റെ സ്നേഹം കേസെ എങ്ങനെയാണ് പ്രകടിപ്പിച്ചത്? അപ്പൊ അതാ ഉത്തരം മാംനെ. ഇവിടുന്ന് തുടങ്ങിയത് മാംനെ ഹാത്ത് സെ തന്റെ കൈകളാൽ ഉസ്കാ നാം അവളുടെ പേര് കാർഡ് പർ ലിഖ് ദിയ. മാനെ അപ്പനെ ഹാത്ത് സെ അമ്മ തന്റെ കൈകളാൽ അവളുടെ പേര് കാർഡിൽ എഴുതി. ഇത്ര എഴുതിയ 1 മാർക്ക് കിട്ടും. 2 മാർക്കാണെങ്കിൽ എന്ത് ചെയ്യാ? ഈ ഇതും കൂടി എഴുതുക. അക്ഷർ ചപ്പായി ജൈസെ നഹിന്ദേ ഫിർ ഭി ഗുട്ട്ലി മാം കെ പ്യാർ സെ मान गई. इस प्रकार माँ ने गुटली से अपना प्यार प्रकट किया. ഈ കേസ് ഒഴിവാക്കുക. അടുത്ത ചോദ്യം. കാർഡ് ദേഖ്കർ ഗുട്ട്ലി ദുഃഖി ഹുയി. കാർഡ് കണ്ടിട്ട് ഗുട്ട്ലി സങ്കടപ്പെട്ടു. ലേക്കിൻ എന്നാൽ മാം കെ പ്യാർ സെ അമ്മയുടെ സ്നേഹത്തെ വഹ് മാൻ ഗയി അവൾ മാനിച്ചു. ഗുട്ട്ലി ഉസ് ദിൻ കാ അനുഭവ് ആ ദിവസത്തെ അനുഭവം ഡയറി മേ ലിഖ്തി ഹേ. വഹ് ഡയറി കൽപ്പന കർക്കെ ലിഖേ. അത് നോക്കാം. താരീഖ് ഡേറ്റ് എഴുതണം. ഡയറിയിൽ ആദ്യം ഡേറ്റ് എഴുതുക, സമയം എഴുതുക. അപ്പൊ താരീഖ് എഴുതിയാൽ മതി. ആജ് ഇന്ന്, മേരെ ലിയെ എന്നെ സംബന്ധിച്ചിടത്തോളം, ഖുഷി കാ ദിൻ ഥാ സന്തോഷത്തിന്റെ ദിവസമായിരുന്നു. ദീദി കി ഷാദി കി ദീദിയുടെ കല്യാണത്തിന്റെ, തയ്യാരിയാം ഹോ രഹി ദി തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട് മെഹ്മാനോം സെ അതിഥികളാൽ ഭരാദ നിറഞ്ഞിരുന്നു. സാരേ ചചേരെ സമേരെ ഭായി ബഹൻ ആയെ എല്ലാ ബന്ധുമിത്രാദികളും സഹോദരി സഹോദരന്മാരെല്ലാം എത്തിയിട്ടുണ്ട്. ഇസി ബീച്ച് ഇതിനിടയിൽ ഷാദി കെ കാർഡ് ചപ്പ് കർ ആയെ കല്യാണ കാർഡ് അച്ചടിച്ചു വന്നു. മേനെ ഞാൻ ബഹുത് ഉത്സുകദാസെ വളരെ ഉത്സാഹത്തോടെ കാർഡ് ഹാത്ത് മേ ലേലിയ കാർഡ് കൈകളിലെടുത്തു. കാർഡ് ദേഖ്കർ കാർഡ് കണ്ടിട്ട്, മുझे എനിക്ക്, ദുഃഖ് ഔർ നിരാശ ഹുയി ദുഃഖവും സങ്കടവും വന്നു. കാർഡ് മേ സിർഫ് മേരാ നാം നഹീന്ദ കാർഡിൽ എന്റെ പേര് മാത്രം ഉണ്ടായിരുന്നില്ല. ഭയ്യ ഔർ ഉൻകെ ഛോട്ടെ ബേട്ടെ കാ ഭി നാം ഛപാ ഥാ സഹോദരന്റെയും സഹോദരന്റെ ചെറിയ കുട്ടിയുടെ കൂടി പേര് അതിലുണ്ടായിരുന്നു. മേനെ ഞാൻ, താവൂജി സെ ഷിക്കായത്ത് കി ഞാൻ താവൂജിയോട് പരാതിപ്പെട്ടു. തബ് കഹാ കി അപ്നെ ഘർ കി ലഡ്കിയോം കെ നാം തങ്ങളുടെ വീട്ടിലെ പെൺകുട്ടികളുടെ പേര് കാർഡ് പർ നെഹിം ഛപ്തേ കാർഡിൽ അച്ചടിക്കാറില്ല. മേനെ രോനെ ലഗി ഞാൻ കരയാൻ തുടങ്ങി. തോ അപ്പോൾ ബുവാനെ അമ്മായി എന്തു പറഞ്ഞു? ഡാണ്ട്കർ ദേഷ്യപ്പെട്ടു പറഞ്ഞു. കി ഷാദി കെ ഘർ മേ കല്യാണ വീട്ടിൽ
ഐസി മൻഹൂസിയത്ത് ഇങ്ങനെയുള്ള മംഗളങ്ങൾ മത് ഫൈലാന പരത്തരുത്. മേ മാന്നേക്കോ തയ്യാർ നെഹിന്തി ഞാനത് സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. ആഖിർ ഒടുവിൽ മാനെ അമ്മ അപ്പനെ ഹാത്ത് സെ തന്റെ കൈകൾ കൊണ്ട് കാർഡ് മേ മേരാ നാം ലിഖ് ദിയ കാർഡിൽ എന്റെ പേര് എഴുതി. ക്യാ ഷാദി കെ കാർഡ് മേ നാം ചപ്പുവാനെ കി ബാത്ത് മേം ഐസാ വിവേചൻ ടീക്ക് ഹെ കല്യാണ കത്തില് ഇങ്ങനെ പേരച്ചടിക്കുന്നതിൽ ഇത്തരത്തിലുള്ള വിവേചനം ശരിയാണോ? ക്യാ ലഡ്കി കാ അപ്പനെ ജന്മഘർ മേം കോയി അധികാർ നഹീം എന്താ പെൺകുട്ടിക്ക് തങ്ങളുടെ സ്വന്തം വീട്ടിൽ യാതൊരു അധികാരവുമില്ലേ? ബഡി ഹോ ജാനെ പർ മേം ഇസ്കെ വിരുദ്ധ ആവാസ് ഉഠാവുങ്കി വലിയതായി കഴിഞ്ഞാൽ ഞാൻ ഇതിനെതിരെ തീർച്ചയായും ശബ്ദമുയർത്തും. ഇനി ഇതിലൊരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഗുട്ട്ലി അപ്പന അനുഭവ് ബതാത്തെ ഹുയെ ഗുട്ട്ലി തന്റെ അനുഭവം പറഞ്ഞുകൊണ്ട് സഹേലി കെ നാം കൂട്ടുകാരിയുടെ പേരിൽ പത്ര ലിഖ്തി ഹെ കത്തെഴുതുന്നു. വഹ് പത്ര ആ കത്ത് കൽപ്പന കർക്കെ ലിഖിയും സങ്കല്പിച്ചെഴുതുക. അനൌദ്യോഗിക കത്താണ്, കൂട്ടുകാരിക്കുള്ള കത്താണ്. ഇൻഫോർമൽ ലെറ്ററിൽ പ്ലേസ് ഡേറ്റ് അത്ര മതി. ഫോർമൽ ലെറ്റർ ആവുമ്പോൾ ഫോർമാറ്റ് മാറി. ഫ്രം അഡ്രസ് അതിന്റെ താഴെ ഡേറ്റ് പിന്നെ ടു അഡ്രസ് അങ്ങനെ സാലുട്ടേഷൻ. പ്രിയ ഭാമ പ്രിയപ്പെട്ട ഭാമ തും വഹാം കേസി ഹോ നീ അവിടെ എങ്ങനെ ഇരിക്കുന്നു? സകുശൽ ഹോന സുഖമല്ലേ? മേം ബി ഞാനും യഹാം കുശൽ സേ ഹും ഇവിടെ സുഖത്തിലാണ്. ആജ് ഇന്ന് മേരെ ഘർ മേ എന്റെ വീട്ടിൽ ഏക് അപ്രിയ ഘടന ഹുയി ഒരു അപ്രിയമായ സംഭവം നടന്നു. ഉസ്കെ ബാരെ മേം അതിനെക്കുറിച്ച് അബ് യഹ് പത്ര ലിഖ് രഹി ഹും അതിനെക്കുറിച്ചാണ് ഈ കത്തെഴുതുന്നത്. മേനെ ഞാൻ തുംസെ കഹാ ഹേന നിന്നോട് പറഞ്ഞിരുന്നില്ലേ കി ഘർ മേ ബഡി ബുവ ഭി രഹ്തി ഹെ വീട്ടില് വലിയ അമ്മായി കൂടി താമസിക്കുന്നുണ്ട് എന്ന്. ബഡി ബുവ മുജെ അച്ചി ലഗ്തി ഹെ ബഡി ബുവായെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഹാലാങ്കി എന്നാൽ ഉൻസെ ബാത്തേ കർണ അവരോട് സംസാരിക്കുന്നത് മുജെ ഖാസ് പസന്ത് നഹി ഹെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഉൻകാ സദുപദേശ് സുൻ സുൻകർ അവരുടെ സാരോപദേശങ്ങൾ കേട്ട് കേട്ടിട്ട് മേം ഊബ് ഗയി ഹും ഞാൻ തളർന്നിരിക്കുന്നു. ഏക് ദിൻ ഒരു ദിവസം കുച്ച് സദുപദേശ് ദേത്തി ഹുയി കുറച്ച് സദുപദേശങ്ങൾ നൽകിക്കൊണ്ട് ബുവ ബോലി ബുവ പറഞ്ഞു കി ക്യാ അപ്പനെ ഘർ ജാക്കർ ബി നിന്റെ സ്വന്തം വീട്ടിൽ പോയിട്ടും ഐസി ശരാരത്തെ ഹി കരേഗി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമോ? മേരാ വിശ്വാസ് ഹേ കി ജിസ് ഘർ മേം പൈദാ ഹുയി ഹേ എന്റെ വിശ്വാസം ഇതാണ് ഏത് വീട്ടിലാണോ ഞാൻ ജനിച്ചത് ജഹാം നേരെ മാം ബാപ് ഔർ ഭായി ബഹനെ എവിടെയാണോ എന്റെ അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും ഉള്ളത് വഹി മേരാ ഘർ ഹേ അതാണ് എന്റെ വീട്. അബ് ബുവ കെഹിത്തി ഹേ എന്നിട്ട് ബുവ പറയുകയാണ് സബീ ലഡ്കിയവും കീ തര എല്ലാ പെൺകുട്ടികളെയും പോലെ മേംബി ഞാനും കിസി പരായേ ഘർ കി അമാനത്ത് ഹേ ഏതോ അന്യ വീട്ടിലെ മുതലാണ് എന്ന്. ഫിർ എന്നിട്ട് ഉനോനെ കഹ അവര് പറയാണ് സസുരാൽ ഹി മേരാ അസ്ലി ഘർ ഹേ ഭർത്തൃഗൃഹമാണ് എന്റെ യഥാർത്ഥ വീട് എന്ന്. മാനെ ബി ബുവാ കി ബാത്തോ കാ സമർത്ഥൻ കിയ അമ്മ കൂടി ബുവായുടെ സംസാരത്തെ സാധൂകരിച്ചപ്പോൾ ബുവ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞപ്പോൾ മേ അസ്മഞ്ജസ് മേ പടുകയെ എനിക്ക് ശരിക്കും വിഷമമായി. ഹം ലഡ്കിയോം കോ നമ്മൾ പെൺകുട്ടികൾക്ക് അപ്ന ജന്മഘർ കേസെ പരായ ഘർ ഹോ സക്താ ഹെ നമ്മുടെ സ്വന്തം വീട് എങ്ങനെയാണ് അന്യ വീടാകുന്നത്? അപ്നെ ഘർ കോ പരായ ഘർ മാന്ന കഹാൻ തക് ഉചിത് ഹേ സ്വന്തം വീടിനെ അന്യ വീടായി കരുതുന്നത് എത്ര ഉചിതമാണ്. ജിസ് ഘർ മേ ഹം ജന്മേ ഹെ ഏത് വീട്ടിലാണോ നമ്മൾ ജനിച്ചത് വഹാം അവിടെ ഹമാരാ കോയി അധികാർ നഹീം നമ്മുടെ യാതൊരു അധികാരവുമില്ലേ. ക്യാ എന്താ സിർഫ് ലഡ്കിയോം കെ ലിയേ പെൺകുട്ടികൾക്ക് മാത്രമാണോ? യഹ് നിയം ഔർ വ്യവസ്ഥ ഹെ ഈ നിയമവും വ്യവസ്ഥയും ഒക്കെ ഉള്ളത്. യഹ് നിയം പുരുഷ് കേന്ദ്രിത് സമാജ് കി വ്യവസ്ഥ ഹെ ഈ നിയമം
പുരുഷകേന്ദ്രിതമായ സമൂഹത്തിന്റെ വ്യവസ്ഥയാണ്. മേരെ അനുസാർ, എന്റെ അഭിപ്രായത്തിൽ, മാം ബാപ് കാ ഘർ, അച്ഛന്റെയും അമ്മയുടെയും വീട്, ഔർ സസുരാൽ, ഭർതൃഗൃഹവും, ദോനോ രണ്ടും, ലഡ്കിയോം കെ അപ്നെ ഹി ഘർ ഹെ, പെൺകുട്ടികൾക്ക് സ്വന്തം വീടാണ്, പരായനെയും അന്യ വീടല്ല. ബാക്കി അഗലെ പത്രമേ, അടുത്ത കത്തിൽ എഴുതാം. എന്നിട്ട് പത്ത, അഡ്രസ്, സപ്രേം ഗുട്ട്ലി. ഇവിടെ സ്ഥാൻ, ഡേറ്റ്. അടുത്ത ചോദ്യം സൂചന വായിക്കാം. സബ്സെ ബഡാ ഷോമാൻ ജീവനി കാ യഹ് അംശ് പഠേ. प्रश्न 4 और 5 के उत्तर लिखे. माम और मैनेजर में बहस होते देख. അമ്മയ്ക്കും മാനേജർക്കുമിടയിൽ തർക്കം നടക്കുന്നത് കണ്ട്. വഹ് അവൻ, വഹാം ഗയ അവിടെ പോയി. ഇവിടെ അവനാരാണ്? ചാർലി ചാപ്ലിൻ. മാനേജറിനെ, ചാർലിക്കോ മാനേജർ ചാർലിയെ, മാം കെ കുച്ച് ദോസ്തോം കെ സാമനെ അമ്മയുടെ കുറച്ച് കൂട്ടുകാരോടൊപ്പം അഭിനയ് കർത്തെ ദേഖാത അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ട്. വഹ് അവൻ, ഉസേ സ്റ്റേജ് പർ ഭേജ്നേക്ക് മാനേജർ ചാർലിയെ സ്റ്റേജിലേക്ക് പറഞ്ഞയക്കുന്നതിന് ജിദ് കർണേ ലഗ ഷാഢ്യം പിടിക്കാൻ തുടങ്ങി. മാം ഡർ ഗയി അമ്മ പേടിച്ചുപോയി. 5 സാൽ കാ ബച്ച 5 വയസ്സുള്ള കുട്ടി ഇസ് ഉഗ്ര ഭീഡ് കോ ഈ ഉഗ്രമായ ആൾക്കൂട്ടത്തെ ജയിൽ പായേക കീഴടക്കുവാൻ കഴിയുമോ? മാനേജർ ചാർലിയെ സ്റ്റേജ് പർ ഭേജ്നെ കെ ലിയെ സ്റ്റേജിലേക്ക് പറഞ്ഞയക്കുന്നതിനു വേണ്ടി ക്യോം ജിദ് കർണേ ലഗ എന്തുകൊണ്ടാണ് ഷാഢ്യം പിടിക്കാൻ തുടങ്ങിയത്? അപ്പോ അതിന്റെ ശരിയുത്തരം ഓപ്ഷനൊക്കെ വായിച്ചു വെക്കുക. ശരിയുത്തരം എന്താണ്? മാനേജറിനെ ചാർലി കാ അഭിനയ് ദേഖാത, മാനേജർ ചാർലിയുടെ അഭിനയം കണ്ടിട്ടുണ്ടായിരുന്നു. അടുത്ത ചോദ്യം മാനേജറിനെ ചാർലിക്കോ സ്റ്റേജ് പർ ഭേജന ചാഹ. മാനേജർ ചാർലിയെ സ്റ്റേജിലേക്ക് പറഞ്ഞേക്കാൻ ആഗ്രഹിച്ചു. ലേക്കിൻ എന്നാൽ മാം തയ്യാർ നഹി ഹുയി അമ്മ തയ്യാറായില്ല. ഇസ് പർ ഇതിൽ ചാർലിക്ക് മാം ഔർ മാനേജർ കെ ബീച്ച് ചാർലിയുടെ അമ്മയുടെയും മാനേജറുടെയും ഇടയിലെ സംഭാഷണം ലിഖേ. അതാണ് നമ്മൾ എഴുതേണ്ടത്. ചാർലിക്ക് മാം ചാർലിയുടെ അമ്മ. ഗാ നഹീം പാ രഹി ഹും സാബ് പാടാൻ കഴിയുന്നില്ല സാഹിബ്. മാനേജർ ക്യോ എന്തുകൊണ്ട്? ക്യാ ഹുവ എന്തുപറ്റി? തുമാരി ആവാസ് നിന്റെ ശബ്ദം, ഫട്കർ ഇടറിയിട്ട്, ഫുസ് ഫുസാഹട്ട് മേ ബദൽ ഗയ്യെ നേർത്തു വന്നിരിക്കുന്നു. തും നീ അബ് ന ഗാ സക്തി ഹോ നിനക്കിനി പാടാൻ കഴിയില്ല. ചാർലിക്ക് മാം പെഹലി ബാർ ആദ്യമായിട്ടാണ് മുझे എനിക്ക് ऐसा ഇപ്രകാരം അനുഭവ് ഹോ രഹാ ഹെ ഇങ്ങനെ അനുഭവം ഉണ്ടാകുന്നത്. മുझे എനിക്ക് ഏക് ഔർ അവസർ ദീജിയെ ഒരു അവസരം കൂടി തന്നാലും. മാനേജർ ദേഖോ തിയേറ്റർ ദർശകോം സെ ഭരാ ഹെ തിയേറ്റർ പ്രേക്ഷകരാൽ നിറഞ്ഞിട്ടുണ്ട്. ലോക് ചില്ലാനെ ലഗേ ഹെ ആളുകൾ ബഹളം വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഹീം കഹീം സെ എവിടുന്നൊക്കെയോ മ്യാവു മ്യാവു കി ആവാസ് ബി നികൽ രഹി ഹെ. ചാർലിക്ക് മാം തോ അബ് എന്നാൽ മുझे ക്യാ കർനാ ചാഹിയെ ഞാൻ എന്ത് ചെയ്യും? മാനേജർ ജൽദി സ്റ്റേജ് സെ ഹട്ടോ എത്രയും വേഗം സ്റ്റേജിൽ നിന്നിറങ്ങ്. ബേട്ടെ ചാർലിക്കോ സ്റ്റേജ് പർ ഭേജോ നിന്റെ മകൻ ചാർലിയെ സ്റ്റേജിൽ പറഞ്ഞേക്ക്. തും അക്സർ ഉസേ അപ്നെ സാത്ത് നീ പലപ്പോഴും അവനെ നിന്റെ കൂടെ ലേ ആയാ കർത്തിയോ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നുണ്ടല്ലോ. ചാർലിക്ക് മാം ബഹു ബഹുത് ഛോട്ടാ ഹെ അവൻ വളരെ ചെറിയ കുട്ടിയാണ്. സിർഫ് 5 സാൽ കാ ബാലക് വെറും 5 വയസ്സുള്ള കുട്ടി. വാ ഇത്നി ബഡി ഭീഡ് കോ ഇത്രയും വലിയ ജനക്കൂട്ടത്തെ കൈസേ ജയിൽ സഖേഗ എങ്ങനെ നിയന്ത്രിക്കുവാൻ കഴിയും? മാനേജർ ഡർനെ കി കോയി ബാത് നഹി പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. മേനെ ചാർലിക്കോ ഞാൻ ചാർലിയെ തുമാരെ കുച്ച് ദോസ്തോം കെ സാമനെ നിന്റെ കുറച്ച് കൂട്ടുകാരുടെ മുമ്പിൽ അഭിനയ് കർത്തെ ദേഖായ അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചാർലിക്ക് മാം വഹ് തോ ഉസ്കാ തമാശ ഹോഗ അതൊക്കെ അവന്റെ തമാശയായിരിക്കും. ഉസ്നെ ആജ് തക് അവൻ ഇന്നേ വരെ കിസി സ്റ്റേജ് പർ ഒരു സ്റ്റേജിലും
കോയി ബി കാര്യക്രം നെഹിം ദിക്കായാ ഹെ, യാതൊരു പ്രോഗ്രാമും അവതരിപ്പിച്ചിട്ടില്ല. മാനേജർ ജോ ബി ഹോ, എന്തോ ആയിക്കോട്ടെ, മുജെ എനിക്ക് ദർശകോം കാ ഖയാൽ രഖ്നാ ഹെ, പ്രേക്ഷകരെ കുറിച്ച് എനിക്ക് അവരെ കുറിച്ച് ഓർക്കേണ്ടതുണ്ട്. കാര്യക്രം നെഹിം ഹോഗാത്തോ, പ്രോഗ്രാം നടന്നില്ലെങ്കിൽ ദർശക് ബിഗടേങ്കെ, പ്രേക്ഷകർ വഴക്കുണ്ടാക്കും. ചാർലിക്ക് മാ तो मैं क्या करूं, ഞാൻ എന്താ ചെയ്യാ? മാനേജർ തും ചുപ്പ് രഹോ, നീ മിണ്ടാതിരിക്കെ. മേം കിസി തരഹ്, ഞാൻ എങ്ങനെയെങ്കിലും ഉസേ അവനെ സ്റ്റേജ് പർ ലേ ജാവും, സ്റ്റേജിലേക്ക് പറഞ്ഞയക്കാം. ബച്ചേ കാം പർ ജാ രഹേ ഹെ, അടുത്ത ക്വസ്റ്റിന്റെ സൂചനയാണ്. കവിത की ये पंक्तियां पढ़े और 6 से 8 तक के उत्तर लिखिए. कोहरे से ठंगी सड़क पर, കോഹരെ സേ ടങ്കി സടക്ക് പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പുലർക്കാല മഞ്ഞിൽ മൂടിയ റോഡിലൂടെ ബച്ചേ കാം പർ ജാ രഹേ ഹെ, സുബഹ് സുബഹ് ബച്ചേ കാം പർ ജാ രഹേ ഹെ. അപ്പൊ കോടമഞ്ഞിനാൽ മൂടിയ റോഡിലൂടെ കുട്ടികൾ ജോലിക്കായി പോകുന്നു അതിരാവിലെ. ബച്ചേ കാം പർ ജാ രഹേ ഹെ. ഹമാരെ സമയ കി സബ്സെ ഭയാനക പങ്ക്തി ഹെ യെ, നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭയാനകമായ വരികളാണിത്. യെ ഭയാനക് ഹെ, ഇസേ വിവരൺ കി തര ലിഖ ജാന, ഇതിനെ വിവരണത്തിന്റെ രൂപത്തിൽ എഴുതുന്നത് പോലും ഭയാനകമാണ്. ലിഖ ജാന ഹെ ചാഹിയെ ഇസേ സവാൽ കി തര, ചോദ്യ രൂപത്തിലാണ് ഇത് എഴുതേണ്ടത്. കാം പർ ക്യോം ജാ രഹേ ഹെ ബച്ചേ, എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ജോലിക്കായി പോകേണ്ടി വരുന്നത്? ഇനി ആറാമത്തെ ചോദ്യം, ബച്ചേ കാം പർ കബ് ജാ രഹേ ഹെ, കുട്ടികൾ ജോലിക്ക് എപ്പോഴാണ് പോകുന്നത്? ഇപ്പൊ ഇവിടെ എന്ത് എഴുതുക? ബച്ചേ കാം പർ സുബഹ് സുബഹ് ജാ രഹേ ഹെ. ഭയാനക പങ്ക്തി ഇസ്മേ വിശേഷൺ ശബ്ദ് കോൻസാ ഹെ, പങ്ക്തി വരിയാണെങ്കിൽ എങ്ങനെയുള്ള വരി എന്നാ പറയുന്നത്? ഭയാനക പങ്ക്തി, പങ്ക്തിയെ വിശേഷിപ്പിച്ച വിശേഷണ ശബ്ദം ഭയാനകാണ്. അടുത്തത്, കവി और कविता का परिचय देते हुए प्रस्तुत पंक्तियों का आशय लिखे. राजेश जोशी की मर्मस्पर्शी कविता है बच्चे काम पर जा रहे हैं. രാജേഷ് ജോഷിയുടെ വളരെ ഹൃദയസ്പർശിയായ കവിതയാണ് കുട്ടികൾ ജോലിക്കായി പോയിക്കൊണ്ടിരിക്കുന്നു എന്നത്. പ്രസ്തുത കവിതാമേ, ഈ കവിതയിൽ കവി ആജ് കി എക് ഗംഭീർ സാമാജിക സമസ്യ, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹിക പ്രശ്നം, ബാലശ്രം ബാലവേല കെ പ്രതി ഹമാരാ ധ്യാൻ ആകർഷിത് കർത്തേ, നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു. കവി കഹത്തെ ഹെ കി, കവി പറയുന്നത്, ബഡേ സബേരെ അതിരാവിലെ, കോഹരെ സെ ടങ്കി സടക്ക് പർ, കോടമഞ്ഞിനാൽ മൂടിയ റോഡിലൂടെ, ബച്ചേ കുട്ടികൾ, കാം പർ ജാ രഹേ ഹെ ജോലിക്കായി പോകുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു 4 വരി കവിത എന്നിട്ട് അതിന്റെ ആശയം എഴുതാൻ പറഞ്ഞ കവിയുടെ പേരും കവിതയുടെ പേരും എഴുതിയതിന്റെ ശേഷം കവിതയുടെ പ്രധാനപ്പെട്ട ആശയം എന്താന്ന് പറയാ, പിന്നെ തന്ന വരികളുടെ വാക്കർത്ഥം എഴുതുക. യഹ് ഹമാരെ സമാജ് കി ഭയാനക സ്ഥിതി ഹെ, ഇത് നമ്മുടെ സമൂഹത്തിലെ ഭയാനകമായ കാര്യമാണ്. ക്യോം കി, എന്തുകൊണ്ടെന്നാൽ, ബച്പൻ കാം കർനെ കാ സമയ നഹി ഹെ, കുട്ടിക്കാലം ജോലി ചെയ്യാനുള്ള സമയമല്ല. ഭൂഖ് ഔർ ഗരീബി കെ കാരൻ, വിശപ്പും ദാരിദ്ര്യവും കാരണം, കൈ ബച്ചോം കോ, ഒരുപാട് കുട്ടികൾക്ക്, കാം പർ ജാനാ പഡ്താ ഹെ, ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇസ് ഭയാനക സ്ഥിതിക്ക് വിവരൺ കർനെ കി അപേക്ഷ, ഈ ഭയാനകമായ സ്ഥിതിയെ വിവരിക്കുന്നതിനേക്കാളും നല്ലത്, ഇസേ സവാൽ കി തര, ഇതിനെ ചോദ്യരൂപേണ പ്രസ്തുത കർണാഹി ഉചിതയെ അവതരിപ്പിക്കുന്നതാണ് ഉചിതം. കവി പൂച്ഛത്തെ ഹെ, കവി ചോദിക്കുന്നു, ബച്ചോം കെ ഹസ്നെ ഖേൽനെ കി ഉംർമേ, കുട്ടികൾ കളിച്ചു ചിരിച്ചു നടക്കേണ്ട പ്രായത്തില്, ഉനേം അവരെ, ക്യോം എന്തുകൊണ്ടാണ്, കാം പർ ജാനാ പഡ് രഹാ ഹെ അവർക്ക് എന്തുകൊണ്ടാണ് ജോലിക്കായി പോകേണ്ടി വരുന്നത്. ഗൈർ കാനൂനി ഹോനെ പർ ബി, നിയമമുണ്ട്, ബാലവേല തടയാനുള്ള നിയമം ഉണ്ടായിട്ട് കൂടി
ബാലശ്രം ആജ് ബി സംസാർ കെ, ഈ ബാലവേല ഇന്നും ലോകത്തിൽ പല ദേശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. ഇസ്കെ വിരുദ്ധ, ഇതിനെതിരെ ആവാസ് ഉഠാനെ കാ ആഹ്വാൻ ഹെ യേ കവിത, അതിനെതിരെ ശബ്ദമുയർത്താനുള്ള ആഹ്വാനമാണ് ഈ കവിത. അടുത്ത സൂചന നോക്കാം. ബീർബഹുട്ടി കഹാനി കാ യേ അംശ് പഠേ और प्रश्न 12 से 14 तक के उत्तर लिखे. 5वीं कक्षा का रिजल्ट आ गया. 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. दोनों छठी में आ गए, രണ്ടുപേരും 6ാം ക്ലാസ്സിലേക്ക് എത്തി. യഹ് സ്കൂൾ 5वीं तक ही था, ഈ സ്കൂൾ 5ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. സാഹിൽ അബ് തും കഹാം പഠോഗെ, സാഹിൽ ഇനി നീ എവിടെ പഠിക്കും? ബേലാനെ പൂച്ച, ബേല ചോദിച്ചു. और तुम कहाँ പഠോഗി ബേല, നീ എവിടെ പഠിക്കും ബേല? സാഹിലിനെ പൂച്ച, സാഹിൽ ചോദിച്ചു. മേരെ പപ്പ കഹ് രഹേ ഥേ, എന്റെ പപ്പ പറയുന്നുണ്ട്. കി തുജെ രാജകീയ കന്യാ പാഠശാല മേ പഠായേംഗെ, ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ പഠിപ്പിക്കുമെന്ന്. और तुम മുജെ, എന്നെ അഗലെ സാൽ, അടുത്ത വർഷം അജ്മേർ भेज देंगे, അജ്മീറിലേക്ക് പറഞ്ഞയക്കും. വഹാം ഏക് ഹോസ്റ്റൽ ഹേ, घर से दूर, വഹാം അകേല രഹൂംഗ, വീട്ടിൽ നിന്നും വളരെ അകലെ അവിടെ ഒറ്റക്ക് കഴിയും. ഇനി സഹി വികൽപ്പ് ചുൻകർ ലിഖേ, ഇതിലേതാണ് ശരി? ഇത് സർവനാമ, ഇത് വിഭക്തി പ്രത്യയ, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഉള്ള ഏതാണ് ശരിയായതെന്ന് തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ തൂ പ്ലസ് കെ, തുജിക്കെ അല്ലെങ്കിൽ തുജെ, ഇതാണ് ശരിയായത്. സാഹിൽ और ബേല को दूसरे स्कूल क्यों जाना पड़ा, സാഹിലിനും ബേലയ്ക്കും മറ്റൊരു സ്കൂളിൽ എന്തുകൊണ്ടാണ് പോകേണ്ടി വന്നത്? പർത്തറിഞ്ഞാൽ ഉത്തരം എഴുതാം. യഹ് സ്കൂൾ 5वीं तक ही था, ഇത്രയധികം ക്യോംകി യഹ് സ്കൂൾ 5वीं तक ही था, അല്ലെങ്കിൽ യഹ് സ്കൂൾ 5वीं तक ही था, इसलिए സാഹിൽ और ബേല को दूसरे स्कूल जाना पड़ा. ക്യോ ഒഴിവാക്കിയിട്ട് ബാക്കി എഴുതിയ ഉത്തരായി. 14ാമത്തെ ചോദ്യം. ഇസ് പ്രസംഗ के अनुसार പട്കഥ का एक ദൃശ്യ ലിഖേ, ഈ ഇതിനനുസരിച്ചിട്ട് പട്കഥയുടെ ഒരു ദൃശ്യം എഴുതാം. പട്കഥ എഴുതുമ്പോ സീൻ 1 ഗാവ് കാ രാസ്ത, അതായത് സീനിന്റെ നമ്പർ എഴുതുക, പിന്നെ നടക്കുന്ന പ്ലേസ് എഴുതുക, ടൈം എഴുതുക. ഗാവ് കാ രാസ്ത, ഗ്രാമത്തിലെ വഴി. ദോപഹർ കാ സമയ, ഉച്ച സമയം. ഏക് ലഡ്ക ഔർ ഏക് ലഡ്കി, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ബാധയും കർക്കെ, സംസാരിച്ചുകൊണ്ട് ആ രഹേ ഹേ, വരുന്നുണ്ട്. ബേല സാഹിൽ ഹം ഛഠി മേ ആയേ, സാഹിൽ നമ്മളിപ്പോൾ 6ാം ക്ലാസ്സിലെത്തി. സാഹിൽ ഹാ. ബേല അബ് തും കഹാം പഠോഗെ സാഹിൽ, ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എഴുതാം. ഇനിയുള്ളതൊക്കെ ഇത്രയും, അതായത് പട്കഥ എഴുതാൻ പറഞ്ഞാല് സമയം എഴുതുക, നടക്കുന്ന സ്ഥലം എഴുതുക, ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറഞ്ഞതിന് ശേഷം നേരിട്ട് ഇതിലേക്ക് കടക്കാം. എന്താണ്? സാഹിൽ അബ് തും കഹാം പഠോഗെ, അപ്പൊ സാഹിൽ രണ്ട് പേര് എഴുതുക, 2 കുത്തിട്ടിട്ട് और तुम कहाँ पढ़ोगी बेला, അപ്പൊ ബേല മേരെ പാപ്പ കഹ് രഹേ ഥേ കി മുझे എന്നിട്ട് എഴുതിയാൽ മതി. രാജകീയ കന്യാ പാഠശാല മേ പഠായെങ്കെ और तुम, അപ്പൊ സാഹിലിന്റെ മറുപടി മുझे അഗലെ സാൽ അജ്മേർ भेज देंगे, വഹാം एक ഹോസ്റ്റൽ ഹേ, घर से दूर, വഹാം അകേല രഹൂംഗ. ഇത്രയും എഴുതിയിട്ട് അതിന്റെ താഴെ ദൃശ്യ സമാപ്തി എഴുതുക. ഇനി അതല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ എന്താണ്? സച്ചി ദോസ്തി വിഷയ് പർ ടിപ്പണി ലിഖേ, യഥാർത്ഥ മിത്രത, അതിനെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. ആത്മസംബന്ധ്, സുഖ ദുഃഖമേ സാത്ത് രഹന, ആപ്സി സഹായത, അലഗ് ഹോനെ കാ ദുഃഖ്, ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നമുക്ക് യഥാർത്ഥ സൗഹൃദത്തെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കണം. ഹെഡിങ് കൊടുക്കുക സച്ചി ദോസ്തി. ഹം സബ് ദോസ്തോം കാ പ്യാർ, നമ്മൾ എല്ലാവരും സുഹൃത്തുക്കളുടെ സ്നേഹം. ചാഹ്നെ വാലെ ഹെ, ആഗ്രഹിക്കുന്നവരാണ്. ഹമാരെ മൻ കി സഭി ബാത്തേ, നമ്മുടെ മനസ്സിലെ എല്ലാ കാര്യങ്ങളും. ഹം ദോസ്തോം സെ, നമ്മൾ കൂട്ടുകാരോട്. ബാണ്ട് സക്തേ ഹേ, പങ്കിടാൻ കഴിയും. ഹമാരെ സുഖ ദുഃഖമേ, നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും. സാത്ത് രഹനെ വാലാഹി, ഒപ്പം നിൽക്കുന്നവരാണ്.
ഹമാര സച്ചാ ദോസ്ത് ഹെ, നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ. വേ, അവർ ആപ്പസി സഹായത കർത്തേ ഹെ, പരസ്പരം സഹായിക്കുന്നു. സച്ചി ദോസ്തി മേ, യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പിൽ പ്യാർ, കരുണ, ത്യാഗ് ആദി की പ്രധാനത ഹെ. ജീവൻ മേ, ജീവിതത്തിൽ അലഗ് ഹോന, വേർപിരിയല്, ഉനെ, അവർക്ക് ദുഃഖ് ദേനെ വാലി ബാത് ഹെ, ദുഃഖം നൽകുന്ന കാര്യമാകുന്നു. 16ാമത്തെ ചോദ്യം നോക്കൂ. സല്ലാഹ് കെ, തോണിക്കാരന്റെ ഖാമോഷ് ഹോ ജാനെ കാ, നിശബ്ദനാകുന്നതിൽ ക്യാ പ്രഭാവ് ലേഖക് പർ ഹുവ, എങ്ങനെയാണ് ഈ തോണിക്കാരൻ പാട്ട് നിർത്തിയപ്പോ ലേഖകനിൽ അതെങ്ങനെയാണ് സ്വാധീനിച്ചത്? അത് ഇതിൽ തന്നെ ഉണ്ട് അതിന്റെ ഉത്തരം. അതാ, രാത്, സർദി और नाव का हिलना, इन सब का अनुभव अब हो रहा है, അല്ലെങ്കിൽ इन सब का अनुभव पहले नहीं हो रहा था अब होने लगा. ഇത്രയും എഴുതിയ അതിനുള്ള മാർക്കായി. അടുത്തത് മാച്ച് ചെയ്യാനാണ്. സമുദ്ര തടവും കെ പ്രതി, സമുദ്ര തടാകങ്ങളോട് മോഹൻ രാഗേഷിന് വിശേഷ് ആകർഷണത, സമുദ്ര തീരങ്ങളോട് ലേഖകനായ മോഹൻ രാഗേഷിന് പ്രത്യേക ആകർഷണമുണ്ടായിരുന്നു. ഗോവാമേ അനേക്, എന്താണ് ഗോവാമേ അനേക് സമുദ്ര തട് ഹേ. 3ാമത്തെ മല്ലാഹിനെ നാവ് മേ ബൈഠ് കർ, തോണിക്കാരൻ തോണിയിൽ ഇരുന്നു കൊണ്ട് ഗസൽ സുനായി, ഗസൽ കേൾപ്പിച്ചു. ബൂട്ടെ മല്ലാഹ് കെ ഗായൻ മേ, വൃദ്ധനായ തോണിക്കാരന്റെ പാട്ടിൽ ലേഖക് ഔർ മിത്ര ലീൻ ഹോ ഗയേ, ലേഖകനും കൂട്ടുകാരനും മുഴുകിപ്പോയി. നോക്കാം. ഠാക്കൂർ കാ കുവാം കഹാനി കാ യഹ് അംശ് പഠേ. പ്രശ്ന 18 और 19 के उत्तर लिखे. कुप्पी की धुंधली रोशनी कुएं पर आ रही थी. മണ്ണെണ്ണ വിളക്കിൽ നിന്നുള്ള മങ്ങിയ വെളിച്ചം കിണറിനടുത്തുവരെ എത്തിയിരുന്നു. ഗംഗി ജഗത് കി ആടുമേ ബൈട്ടി, ഗംഗി ഒഴിഞ്ഞൊരു സ്ഥലത്തിരുന്നു കൊണ്ട് മൗക്ക് കാ ഇന്തിസാർ കർണേ ലഗി, അവസരം പ്രതീക്ഷിച്ചിരിക്കുവാൻ തുടങ്ങി. ഇസ് കുയേ കാ പാനി, ഈ കിണറിലെ വെള്ളം സാരാ ഗാവ് പീത്താ ഹെ, ഗ്രാമം മുഴുവനും കുടിക്കുന്നു. കിസി കെ ലിയെ, ആർക്കും തന്നെ രോക്ക് നെഹിം, തടസ്സമില്ല. സിർഫ് യേ ബദ്നസീബ് നെഹിം ഭർ സക്തെ, ഈ ഭാഗ്യഹീനക്ക് മാത്രം ഈ കിണറിൽ നിന്നും വെള്ളം നിറക്കാൻ പാടില്ല. നമൂനെ കെ അനുസാർ താലിക കി പൂർത്തി കരേം. ഗംഗി ഇന്തിസാർ കർണേ ലഗി, ലഗ് ക്രിയ വരുമ്പോൾ അതിന്റെ തൊട്ടുമുമ്പുള്ള വെർബിന് ഏകി മാത്രം കൊടുക്കണം. ജോക്കു ഇന്തിസാർ കർണേ ലഗാ, रोशनी कुएं पर आने लगी. प्रकाश कुएं पर, रोशनी कुएं पर आने लगी. प्रकाश कुएं पर आने लगा. ओके, प्रकाश कुएं पर आने लगा. അടുത്തത് ജാതി പ്രഥ അഭിശാപ് ഹെ കാ സന്ദേശ് ദേത്തെ ഹുയെ പോസ്റ്റർ തയ്യാർ കരേ. മാനവജാതി, ഒരേ ഒരു ജാതി, മനുഷ്യജാതി. ദുനിയാ ഏക്, മാനവ് ഏക്, ലോകം ഒന്ന്, മനുഷ്യരൊന്ന്. ജാതി പ്രഥ അഭിശാപ് ഹേ, ജാതി പ്രഥ ശാപമാണ്. ഉസേ മിഠാന, അതിനെ ഇല്ലാതാക്കൽ. ഹമാര കർത്തവ്യ ഹേ, മാനവതാക്കോ അപ്നായി, മനുഷ്യത്വത്തെ സ്വന്തമാക്കിയാലും. ഇനി അതല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ, ജാതി പ്രഥ ഏക് അഭിശാപ് ഹേ, ജാതി വ്യവസ്ഥ, ഒരു ജാതി സമ്പ്രദായം ഒരു ശാപമാണ്. ഈ വിഷയത്തെക്കുറിച്ച് ലേഖനം തയ്യാറാക്കണം. ജബ് സേ, എപ്പോൾ മുതലാണോ, മനുഷ്യനെ എപ്പോൾ മുതലാണോ, ഖേത്തി കർണ ശുരു കിയ, കൃഷി ആരംഭിച്ചത്. തബ് സേ, അപ്പോൾ മുതൽ. ഉസ്സേ ജുഡേ തര തരക്കെ പേശോ ഭി ഉഭടനെ ലഗെ, അങ്ങനെ മനുഷ്യൻ കൃഷി ആരംഭിച്ചതോടുകൂടി അതിനുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത തരത്തിലുള്ള സമ്പ്രദായങ്ങൾ ഉണ്ടാലെടുക്കുവാൻ തുടങ്ങി. ബഹുത് പ്രാചീൻ കാൽ സേ, വളരെ പഴയ കാലത്ത് ഭാരത് മേ ജാതി പ്രഥ കായം ഥി,
को विच 4 वर्णों या ഗണോ മേ ഭാണ്ട ഗയാഥ. എല്ലാ ജാതികളെയും പണ്ടുമുതലേ കേരളത്തിൽ ഭാരതത്തിൽ ഈ ജാതി സമ്പ്രദായം കടുത്തതായിരുന്നു. പുരാനെ ശാസ്ത്രകാരോനെ ഹർ ജാതി കെ കർത്തവ്യ ഭി നിർദ്ധാരിത കിയത്. ഓരോ ജാതിക്കാരും ചെയ്യേണ്ട ജോലികൾ കൂടി പഴയ ആളുകൾ നിർദ്ധാരണം ചെയ്തിട്ടുണ്ട്. സബ്സെ ഉച്ച ശ്രേണി മേ ബ്രാഹ്മണ ആത്തി ഹെ. ഏറ്റവും ആദ്യം ബ്രാഹ്മണർ. जो पुरोहित और पंडित है അവർ പുരോഹിതരും പണ്ഡിതന്മാരും. दूसरी श्रेणी में രണ്ടാമത്തെ ശ്രേണിയിൽ क्षत्रिय आते हैं जिनका धर्म है युद्ध और शासन करना. രണ്ടാമത്തേതാണ് രാജാക്കന്മാര്. അവരെന്തിയാണ് ധർമ്മം നടപ്പാക്കുക, യുദ്ധം ചെയ്യുക, ഭരണം നടത്തുക തുടങ്ങിയവ. तीसरी श्रेणी में वैश्य आते हैं. മൂന്നാമത്തേത് വൈശ്യന്മാർ. ജിൻകാ കാം ഹെ വ്യാപാർ और खेती. അവരുടെ പണിയാണ് കച്ചവടവും കൃഷിയും. ചൗഥി ശ്രേണി മേ ശൂദ്ര ഹെ. നാലാമത്തെ വിഭാഗമാണ് ശൂദ്രന്മാർ. ജിൻമേ ദസ്തുകാർ, നൗക്കർ, ഗുലാം और ശ്രംജീവി ആത്തെ. ഏറ്റവും താഴേക്കിടയിലുള്ളവരാണ് ഇതിൽ വരിക. सबसे हीन और नीच काम करने वालों को शूद्रों के भी नीचे स्थान दिया गया. वे अछूत कहलाए. അവരെ ശൂദ്രന്മാരെക്കാളും താഴ്ന്ന ജോലിയും ചെയ്യുന്നവരുണ്ട്. അവരെയാണ് അച്യൂതന്മാരായി, തൊട്ടുകൂടാത്തവരായിട്ട് കണക്കാക്കിയിരുന്നത്. പരമ്പരാ സെ ജോ വ്യക്തി ജിസ് പേശോ സെ ജുഡേ രഹേ. പാരമ്പര്യമായിട്ട് തന്നെ ഏത് വ്യക്തി ഏത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവോ ആകെ ചൽക്കർ ഉൻകി ഏക് അലഗ് ജാതി ഹോ ഗയി. ഇസ് സാമാജിക് ദശാ സെ ജാതി പ്രഥ ജഡ് പകഡ്കർ ഫൈൽ ഗയി. സബ് ലോഗ് പഹചാനത്തെ ഹെ. ഇന്ന് എല്ലാവർക്കും അറിയാം ജാതി പ്രഥ സമാജ് കി ഉന്നതി മേം, സമൂഹത്തിന്റെ പുരോഗതിയിൽ ബാധ ഡാൽനെ വാല അഭിശാപ് ഹെ, തടസ്സം നിൽക്കുന്ന ഒരു ശാപമാണെന്ന് എല്ലാവർക്കും അറിയാം.